ഞാനിപ്പം ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്താണെന്നറിയോ? ഞാൻ ഒത്തിരി കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുത്ത് പിന്നെ മടുത്ത്. കാരണം നമ്മളെ സൂര്യമോളുടെ ചെരുപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ചെരുപ്പാണ് മെയിൻ വിഷയം. എല്ലായിടത്തും ആ ചോദ്യമുണ്ട്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എല്ലാം ആ ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് അത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അന്നേരം ഇത് സൂര്യമോളെ സംബന്ധിച്ച് ചെരുപ്പ് അവൾക്ക് ഇടാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അവൾ ഇനി നമ്മൾ എന്തിട്ട് കൊടുത്താലും അവൾ അത് കീറിയും പൊട്ടിച്ചുമെങ്കിലും കളയും. അതാണ് അവളുടെ അവസ്ഥ. ഇത് മുന്നേ ഉള്ള ഫോളോവേഴ്സിന് അറിയാം. ഞാൻ ഇവൾക്ക് ചെരുപ്പ് അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞത് വെച്ച് അതെന്താണ് അവൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതൊക്കെ ഒത്തിരി നാളുകൾക്ക് മുന്നെയാണ്. അല്ലെങ്കിൽ അത് ഞാനങ്ങ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തേനെ. പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ അവൾക്ക് എന്തിട്ട് കൊടുത്താലും അവൾ കളയും. പിന്നെ ചെരുപ്പ് നമുക്ക് നന്നായിട്ട് നിർബന്ധിച്ച് ഇടിയിച്ച് വണ്ടിക്കകത്ത് കൊടുത്ത് വിടാമെന്ന് വെക്കാം. പക്ഷേ വണ്ടിക്കകത്ത് കൊടുത്ത് വിട്ടാൽ അവൾ വണ്ടിയിലിരുന്ന് വിൻഡോയിലൂടെ ആ ചെരുപ്പ് ഊരി വെളിയിൽ കളയും. നമ്മൾ ദിവസം ഓരോ ചെരുപ്പിട്ട് വെളിയിൽ കളയാൻ വേണ്ടി കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അവളെയും കൂട്ടി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ചെരുപ്പ് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം അവൾ അങ്ങനെ ചെരുപ്പ് ദേഷ്യം വരുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾ തന്നെത്താൻ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കും നമ്മൾ ഭൂമിയിൽ തൊട്ട് നടക്കുന്നതെന്നൊരു തെറ്റല്ല ചെയ്യുന്നുള്ളൂ. പിന്നെ അഴുക്കൊക്കെ അതൊക്കെ എപ്പോഴായാലും വീട്ടിൽ വന്ന് കാലൊക്കെ കഴുകുമല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ ഉള്ള ഒരു നിർബന്ധപൂർവ്വം നമ്മൾ അവളെ ഇടിയിച്ച് കൊടുത്താൽ അത് വേറെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനായിട്ട് പോകുന്നു. കാരണം ഇപ്പോൾ അവൾക്ക് കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ ഞാനും നന്നായിട്ട് സന്തോഷത്തിലാണ്. അന്നേരം അവളെ നമ്മൾ കൂടുതൽ വലിയ ഭാരങ്ങൾ എടുത്ത് വെച്ച് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാണ് ഒന്നും നിർബന്ധിക്കാതെ. അതുകൊണ്ടാണ് ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഫസ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെറ്റിയിലൊരു കറുത്ത പാടുണ്ട് അവൾക്ക്. അത് സ്വയമാണ് അവരെ വേദനിപ്പിക്കുന്നത്. അതാണ് ഇതിനകത്ത്. കാരണം അവർക്ക് ദേഷ്യം വന്നവർ ആരും ഉപദ്രവിക്കത്തില്ല. എൻ്റെ മോള് ഈ സൂര്യമോളുടെ കാര്യം ഞാൻ പറയുന്നത്, സ്വയം ഉപദ്രവിക്കുന്നത് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണും. പക്ഷെ സൂര്യമോള് അവളെ സ്വയമാണ് ഉപദ്രവിക്കുന്നത്. അതിൻ്റെ പാടാണ് നെറ്റിയിൽ കാണുന്നത്. കാരണം ആ തറയിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? അവൾ നെറ്റി തറയിൽ വെച്ചടിക്കും. അന്നേരം അതിൻ്റെ പാടാണ് ആ നെറ്റിയിൽ. മുറിഞ്ഞതിൻ്റെ ആണ് ആ കുഴി ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെയൊക്കെ കുറേ കുരുത്തക്കേട്. നമ്മൾ ഈ ചിരിച്ചും കളിച്ചും വഴക്കുണ്ടാക്കുന്നതും കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ സൂര്യമോളെ. ബാക്കിയുള്ള 24 മണിക്കൂറും സൂര്യമോളെ കൂടെ നിൽക്കുന്നവർക്കേ സൂര്യമോളെ എല്ലാ വശവും മനസ്സിലാവത്തുള്ളൂ.